എന്തുപറ്റി മാഡം? കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടമൊക്കെ നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഞാൻ വെറുതെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിന്ന് പോയതാ, അല്ലാതെ ഒരു പ്രശ്നവുമില്ല. നീ എപ്പോഴാ ആശുപത്രിയിൽ നിന്ന് വന്നത്? ഇപ്പൊ വന്നതേ ഉള്ളൂ മാഡം. പ്രിയന്റെ അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ അധികം വൈകാതെ അമ്മയ്ക്ക് ഭേദമാവും. ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? ഇല്ല, പക്ഷെ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാ ഇഷ്ടം. നിന്റെ വിശ്വാസം പോലെ നല്ലത് സംഭവിക്കട്ടെ. നിന്റെ കൈക്ക് എന്തു പറ്റി? അത് അമ്മയ്ക്ക് ഇന്നലെ ഉറക്കത്തിനിടയില് അപസ്മാരം ഉണ്ടായി. നാക്ക് കടിക്കാതിരിക്കാൻ ഞാൻ അമ്മയുടെ വായ തുറന്നു പിടിച്ചതാ. വിരലമ്മ ചെറുതായിട്ടൊന്ന് കടിച്ചു. ഈശ്വര, വേദന എടുക്കുന്നുണ്ടല്ലേ? ആശുപത്രിയിൽ നിന്ന് അപ്പത്തന്നെ മരുന്ന് വെച്ച് തന്നു. പേടിക്കാനൊന്നുമില്ല. പ്രിയൻചേട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രിയൻചേട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണമല്ലോ. ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് വീണ്ടും ആശുപത്രിയിലേക്ക് പോകുന്ന വിചാരിക്കുന്നത്. അവിടെ പ്രിയനില്ലേ? പ്രിയൻചേട്ടൻ വന്നപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിനാ ധൃതി കൂട്ടുന്നത്? ഇന്നലെ രാത്രി മുഴുവൻ നീ ഉറങ്ങിയിട്ടില്ലല്ലോ. കുളിച്ച് കുറച്ചു നേരം ഉറങ്ങിയിട്ട് പോയാ പോരെ? ഇല്ല മാഡം, അമ്മ കണ്ണ് തുറക്കുന്നവരെ ഞാൻ കണ്ണടക്കില്ല. ഞാൻ പോട്ടെ മാഡം. പാറു, എന്താ മാഡം? കൈലാഷ് ഇപ്പോ നിന്നോട് പണ്ടത്തെ പോലെയല്ലേ പെരുമാറുന്നത്? അല്ല, നിന്നോടൊരു സുഹൃത്തിനെ പോലെ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്ന് ഞാനവനെ ഉപദേശിച്ചിരുന്നു. അവനും അത് പാലിക്കാമെന്നാ എന്നോട് പറഞ്ഞത്. നമുക്കതേപ്പറ്റി ഇപ്പൊ സംസാരിക്കണ്ട മാഡം. ഈ സ്കാൻ എപ്പോഴാണ് എടുത്തത്? ഇന്നലെ രാത്രി 8 മണിക്കാ ഡോക്ടർ. പേഷ്യന്റിന് ഫിറ്റ്സ് എപ്പോഴാണ് വന്നത്? വെളുപ്പിനെ ഒരു 3 മണിയായി കാണും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? കുറച്ച് സീരിയസ് ആണ്. തലയിൽ അടികിട്ടി വരുന്ന രോഗികളിൽ 2 കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അവരുടെ കാതിൽ നിന്ന് രക്തം വരുന്നുണ്ടോ എന്ന്. 2, ഫിറ്റ്സ് സംഭവിക്കുന്നുണ്ടോ എന്ന്. ഇതിലേതെങ്കിലും സംഭവിച്ചാൽ അതിനർത്ഥം രോഗിയുടെ അവസ്ഥ ഗുരുതരമാണെന്നാണ്. പ്രിയന്റെ അമ്മയ്ക്ക് ഇന്ന് രാവിലെ ഫിറ്റ്സ് വന്നതുകൊണ്ട് അവര് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്ന് ഉറപ്പായി. ഇങ്ങനെ തുടർന്നാൽ രോഗിയുടെ ജീവൻ ആപത്താ. ഡോക്ടർ പറഞ്ഞു തീർന്നില്ലല്ലോ, അതിനുമുമ്പ് ഇങ്ങനെ കരയല്ലേ? ഡോക്ടർ, ഇതിന് ചികിത്സയില്ലേ? ഉണ്ട്. അവർക്ക് ഇപ്പോ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. അത് നിർത്തണമെങ്കിൽ സ്കള്ള് തുറന്ന് സർജറി ചെയ്യണം. സ്കള്ള് തുറക്കാന്നൊക്കെ പറയുമ്പോ ഇത്രയും വലിയൊരു സർജറി എന്നൊക്കെ കേൾക്കുമ്പോ ആരായാലും ടെൻഷൻ ആവില്ലേ? എന്ന് കരുതി ചെയ്യേണ്ടത് ചെയ്തല്ലേ പറ്റൂ. ഡോക്ടർ, ഈ ഓപ്പറേഷൻ ചെയ്താ അമ്മ രക്ഷപ്പെടില്ലേ? വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായതുകൊണ്ട് അപകടമൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ചില കേസുകളിൽ ഓപ്പറേഷന് ശേഷം 1-2 ആഴ്ചയ്ക്കുള്ളിൽ രോഗികൾ നോർമലായി മാറിയിട്ടുണ്ട്. ചില കേസുകളിൽ പഴയ കാര്യങ്ങൾ മറക്കുക, വേറൊരു രീതിയിൽ പെരുമാറുക എന്നിങ്ങനെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ചില രോഗികൾക്ക് നോർമലാകാൻ 2 വർഷം വരെ എടുത്തിട്ടുണ്ട്. 2 വർഷം? അതെ. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിൽ വെക്കണം. സർജറി ചെയ്യുന്നതിന് മുൻപ് പേഷ്യന്റിന്റെ തല ഷേവ് ചെയ്യേണ്ടി വരും. പേഷ്യന്റ് ഒരു ലേഡി ആയതുകൊണ്ട് അവരെ ആ രീതിയിൽ കാണുന്നത് വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മുടി തിരിച്ചു വളരുന്നതുവരെ അവരെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉള്ളതുപോലെ തോന്നിയാൽ അത് നിങ്ങളെക്കാൾ കൂടുതൽ രോഗിയായിരിക്കും ബാധിക്കുക. നിങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാവും. പക്ഷേ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. നമ്മുടെ മുന്നിൽ സർജറി അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. പ്രിയൻ, നീ തന്നെ തീരുമാനം എടുക്കേണ്ടത്.
പക്ഷേ ആലോചിച്ച് സമയം കളഞ്ഞ് അതിനിടയ്ക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ ജീവിതകാലം മുഴുവൻ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. അമ്മയെ രക്ഷിക്കാൻ ഈ ഒരു റിസ്ക് എടുക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നത്. നിന്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, അത് നീ ആദ്യം വിശ്വസിക്കണം. എന്നാലേ എല്ലാം ശരിയാവൂ. പ്രിയൻ പറയൂ, എന്താ ചെയ്യേണ്ടത്? ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർ. എന്നാൽ ആ കൺസേൺ ലെറ്ററിൽ ഒപ്പുവെച്ചോളൂ. അതും കൊടുക്കൂ. തേന കൊടുത്തു. ആദ്യം പേഷ്യന്റിന് ഒരു സ്കാനിങ് കൂടി നടത്തണം. അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിന് റെഡിയാക്കണം. സർജറിക്ക് വേണ്ട എല്ലാ ഫോർമാലിറ്റീസും തീർത്തു വെക്കണം. യെസ് ഡോക്ടർ. ഓക്കെ. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം. ബാക്കി ദൈവത്തിന്റെ കയ്യിലാ. നന്നായി പ്രാർത്ഥിച്ചോളൂ. പ്രിയൻ, ഹേയ്, റിലാക്സ്. പ്രിയൻചേട്ടന്റെ അനിയത്തിക്ക് പരീക്ഷയാ. ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഇന്നലെ അവള് പരീക്ഷയ്ക്ക് പോയത്. ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. സ്വന്തം അമ്മ ആശുപത്രിയിൽ കിടക്കുമ്പോ ആർക്കെങ്കിലും പരീക്ഷ എഴുതാൻ കഴിയോ? ഇന്നവള് കോളേജിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവളിപ്പോ ആശുപത്രിയിലുണ്ടാവും. നീ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? കുറച്ചു സമയം ഉറങ്ങ്, എന്നിട്ട് ആശുപത്രി പോയാൽ മതി. കിടന്നാ ശരിയാവില്ല. പ്രിയൻചേട്ടനേക്കാളും കഷ്ടാണ് അനിയത്തി ദർശനയുടെ കാര്യം. കരയാനല്ലാതെ അമ്മയെ നോക്കാനൊന്നും അവൾക്ക് കഴിയില്ല. ആരാ? പ്രിയൻചേട്ടനാ. ഹലോ പ്രിയൻചേട്ടാ. ഒരു സമാധാനം കിട്ടാത്തോണ്ട് വിളിച്ചാണ് പാറു. അമ്മയ്ക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്. അതും തലയോട്ടി തുറന്നുള്ള സർജറി. സർജറി ചെയ്ത അമ്മ രക്ഷപ്പെടുമോന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ 100% ഉറപ്പ് പറയുന്നുമില്ല. എന്നിട്ടും കൺസേൺ ലെറ്റർ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കുന്നത് എന്റെ അമ്മയല്ലേ. രക്ഷപ്പെടാൻ 1% ചാൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ വഴി നോക്കും. പ്രിയൻചേട്ടൻ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. അമ്മ തിരിച്ചു വരും. ഞാനല്ലേ പറയുന്നേ. ദർശനയുടെ കരച്ചിൽ കാണുമ്പോഴാ ഞാൻ എന്ത് പറഞ്ഞിട്ടാ അവളെ സമാധാനിപ്പിക്കാൻ. ഞാൻ അങ്ങോട്ടേക്ക് വരാൻ ഇറങ്ങാം. അവളെ ഞാൻ സമാധാനിപ്പിച്ചു.